ഇന്നൊരു മുന്തിരിക്കറിയാണ്. ഇത് ഞാനിട്ട പേരാ. നിങ്ങൾക്ക് എന്തെങ്കിലും പേര് സജസ്റ്റ് ചെയ്യാനുണ്ടെങ്കിൽ ഇട്ടോളൂ കേട്ടോ. നമുക്ക് പാചകം തുടങ്ങാം. ഫസ്റ്റ് തന്നെ പാനിലേക്ക് ഓയിൽ ഇട്ടിട്ട് കടുകും ഉലുവയൊക്കെ താളിക്കാം. ഇത് താളിച്ചിട്ട് സെപ്പറേറ്റ് നിങ്ങൾക്ക് ഇടാവുന്നതാണ്. പക്ഷേ എൻ്റെ കയ്യിൽ ഒരൊറ്റ പാൻ ഉള്ളത് കൊണ്ട് ഞാൻ ഇതെല്ലാം ഒരുമിച്ചാണ് ചെയ്യുന്നത്. സോ താളിക്കാനുള്ള സാധനങ്ങളൊക്കെ ഇട്ടിട്ട് സവാളയിട്ട് വാട്ടാം. പിന്നെ സവാള വാടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തിടും? ഉപ്പിടും. ഉപ്പിട്ട പെട്ടെന്ന് സവാള വഴണ്ടു വരും എന്നല്ലേ പണ്ടത്തെ ആൾക്കാരൊക്കെ പറയുന്നത്. സവാള വാട്ടിക്കഴിഞ്ഞാൽ അതിലേക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് മൂപ്പിക്കാം. അതിലേക്ക് നമ്മുടെ മുന്തിരി ഇട്ടിട്ട് നന്നായിട്ട് അങ്ങ് വാട്ടാം. പിന്നെ അതിനകത്തോട്ട് പഞ്ചസാര ഇടുന്നുണ്ട്. നല്ല പുളിയുള്ള മുന്തിരി ആയതുകൊണ്ട് തന്നെ ഞാൻ നല്ല രീതിയിൽ പഞ്ചസാര ഇടുന്നുണ്ട്. പിന്നെ എനിക്ക് പഞ്ചസാരയും മധുരമുള്ള കറിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. നിങ്ങൾക്ക് മധുരമുള്ള കറി ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ പഞ്ചസാരയുടെ അളവ് നല്ല രീതിയിൽ തന്നെ കുറക്കാം. പുളിയുള്ള കറികളിലൊക്കെ നമ്മൾ പൊതുവേ പഞ്ചസാര ഇടാറില്ലേ. പിന്നെ ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള കുറച്ച് വെള്ളം ഒഴിക്കുക. ഉപ്പിട്ടാൽ രുചിയുള്ളൂ എന്നാണ് എൻ്റെ അച്ചമ്മ പറയുന്നത്. അതുകൊണ്ട് ഉപ്പിടാൻ മറക്കല്ലേ. കറി തിളച്ച് കഴിഞ്ഞാൽ സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷം മാത്രം തൈരിടാം. ഈ സമയത്ത് കറിയുടെ ടേസ്റ്റ് നോക്കിയിട്ട് എന്തെങ്കിലും പോരായ്മ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്പം ചേർക്കാം. തിള വരുമ്പോഴേക്കും കറി സ്റ്റൗവിൽ നിന്ന് മാറ്റണം. ഇപ്പം എങ്ങനെയുണ്ട് എൻ്റെ മുന്തിരിക്കറി? അപ്പം എങ്ങനെയാ? എല്ലാവരും ഉണ്ടാക്കി നോക്കിയല്ലേ?